ഹലോ. അപ്പോൾ നമുക്കിന്ന് ഇവിടെ കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴുത്ത മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളിതാ കത്തി എടുത്തിട്ട് ഓരോ മാങ്ങ എടുത്തിട്ട് പൂണ്ടെടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇത് പല രീതിയിലും നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതാ ഇവിടെ സ്ക്വയർ പോലെയാണിത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മാങ്ങയൊക്കെ നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചട്ടി എടുത്തിട്ട് ഇതാ വറുക്കുകയാണ്. അപ്പോൾ പഴുത്ത മാങ്ങയിലേക്ക് എന്തിനാണ് നമ്മൾ ചെമ്മീനെന്ന് ചോദിക്കും. ഇതാണ് നമ്മളിവിടെ മുത്തശ്ശിക്കൂട്ടെന്ന് നമ്മൾ പറഞ്ഞത്. ഇതാരും അങ്ങനെ പഴുത്ത മാങ്ങയിൽ ഉണക്ക ചെമ്മീൻ്റെ പൊടി ഇടാറില്ല. ഞാനിങ്ങനെ ഇട്ടുണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചമ്മന്തിയൊക്കെ അരക്കുമ്പോഴാണല്ലോ ഇങ്ങനെ ഉണക്ക ചെമ്മീനൊക്കെ വറുത്ത് പൊടിച്ച് പൊടിയിടാറ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതായിക്ക് മുളക് വറുത്ത് പൊടിച്ചങ്ങാണ്ടാണ് ഇടുന്നത്. നമ്മൾ പൊടിച്ച മുളകും പൊടി അല്ല കേട്ടോ ഇതിക്ക്, അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കൂടുക. അപ്പോൾ നമ്മൾ കുറച്ച് മുളക് എടുത്തിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാനൊരു ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളതിക്ക് ആവശ്യമായത് ചെമ്മീൻ പൊടി ഇതാ വറുത്ത് മിക്സിൻ്റെ ജാറെടുത്ത് പൊടിച്ച് വെച്ചതാണിത്. അപ്പോൾ ഇതാ അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി എടുക്കണം. ഇത് നല്ലൊരു വലിയൊരു ഡവറിയിലേക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാണ് എടുക്കേണ്ടത്. ഞാൻ എല്ലാതും ഈ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ടാണ് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. എന്നാൽ കൂടുതൽ പാത്രം കഴുകാനും ഉണ്ടാവില്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മളുടെ മാങ്ങാക്കൂട്ട്. അപ്പോൾ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഇതാണ് മാങ്ങാക്കൂട്ട് കഞ്ഞിൻ്റെ കൂടെയും വെറുതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി മുത്തശ്ശിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇതുവരെ ആരും ചെയ്യാത്തൊരു മുത്തശ്ശിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഞാനിതാ ഈ ഉണക്ക ചെമ്മീൻ്റെ പൊടി ഇട്ടത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. ഇത് നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും വെറുതെ ഇരിക്കുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ എല്ലായിടത്തും മാങ്ങാക്കാലമാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എന്താ ടേസ്റ്റ് അറിയാം, നല്ല മധുരവും ആവശ്യത്തിന് ഉപ്പും എരിവും ചെമ്മീൻ്റെ ടേസ്റ്റ് ഒന്ന് മേലെ നിൽക്കുന്നുണ്ട്. അത് ഒന്നും കൂടെ ടേസ്റ്റായി.